എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ഫൈറ്റ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. ആളാണെങ്കിൽ ഇപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ആളുടെ ബോഡിയിൽ നിന്ന് ഫയർ പോലെ എന്തോ ഒരു പവർ അത് പുറത്തേക്ക് പ്രവഹിക്കും. നമ്മുടെ ആൾക്കാരും അവിടെയുള്ള കാണികളും അവരെല്ലാവരും ശ്വാസം മുറുക്കി പിടിച്ച് അങ്ങനെ ആ കാഴ്ച കാണുകയാണ്. ഇവിടെ ഗോക്കുവും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ഒരുപോലെ ഇപ്പോൾ മാർഷൽ ആർട്സ് മാൻ്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ട് ഞെട്ടുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആളെ പോലെ മറ്റൊരു രൂപം കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം സിമ്പിളായിട്ട് ഗോക്കുവിനോട് പറയും, എൻ്റെ 12 കണ്ണ് അത് നീ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും അവറ്റകൾ അങ്ങനെ സെപ്പറേറ്റ് ആയി 4 മാർഷൽ ആർട്സ് മാൻമാർ അവിടെ ക്രിയേറ്റ് ആവും. ആ മാർഷൽ ആർട്സ് മാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 12 കണ്ണുകളാണ് ഗോക്കുവെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഫൺ ഗെയിം തന്നെയാണ്. ഞാൻ ഈ മത്സരത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് മിസ് ചെയ്തേനെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ ഹായ് ആയിട്ട് അത് കാണും. മൊട്ടപ്പനും ആൻസം ബോയും നീലപ്പെണ്ണും അവരാണെങ്കിൽ കണ്ണൊക്കെ തിരുമ്മി എത്ര പേരാണ് ആ ഒരു ഗോതയിലുള്ളത് ചെക്ക് ചെയ്യും. ഓ നോ, 4 മാർഷൽ ആർട്സ് മാൻമാർ ഇപ്പോൾ ഗോതയിലുണ്ട്. നമ്മുടെ ആൾക്കാരും ആങ്കറും ജനങ്ങളും എല്ലാവരും മുൾമുനയിൽ നിന്ന് ആ ഒരു ഫൈറ്റ് കാണുകയാണ്. ആ 4 പേരും ചേർന്ന് ഇപ്പൊ ഗോക്കുയെ അറ്റാക്ക് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ ആ 4 പേരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. ലോഞ്ച് ആണെങ്കിൽ വലിയ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ ബൊൽമയോട് പറയും അവനെ കൊണ്ട് അതുപോലെ പലതും പറ്റും. 4 അല്ല 40 പേരെ അവൻ ക്രിയേറ്റ് ചെയ്യും. അതിന് ബൊൽമ പറയും ഇത് വെറും ഒരു കൺകട്ട് ടെക്നിക്കാണ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഗോക്കുവിന് ഇതിനെ കഴിഞ്ഞ് നല്ല ടെക്നിക്സ് അത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഗോക്കു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് ചോദിക്കും, സത്യത്തിൽ നീ എങ്ങനെ നിന്നെപ്പോലുള്ള 4 പേരെ ക്രിയേറ്റ് ചെയ്തു? അതും ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഈ 4 ഫൈറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ നിനക്ക് സാധിച്ചു? അതിനവൻ ക്യാഷ്ലായിട്ട് ചിരിക്കും. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ 4 പേരെയും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവർ 4 പേര് ഓടിയെടുക്കും. ഓരോരുത്തരായിട്ട് ഡിഫറെൻറ്റ് പോസൊക്കെ കൊടുത്ത് ഗോക്കുവിന് നേരെ ചാടിയും തുള്ളിയും വരും. അവരെല്ലാവരും ചേർന്ന് ഗോക്കുവെ തല്ലി താഴെയിടുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ആരോ മുഴക്കും. ഗോക്കു ആണെങ്കിൽ വീണ്ടും പതിയെ എഴുന്നേക്കും. ഇത്തവണത്തെ ആ ഒരു ഗ്യാങ് അറ്റാക്കിൽ ഗോക്കുവിന് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ അവൻ ടെററായി നോക്കി ഗോക്കുവിനോട് നീ തീർച്ചയായിട്ടും സർവൈവ് ചെയ്യുമെന്ന് പറയും. അതേസമയം ക്ലൈമറ്റ് എല്ലാം തന്നെ അങ്ങനെ ചേഞ്ച് ആവുകയാണ്. ഗോക്കു ആണെങ്കിൽ നിവർന്നു നിൽക്കുന്നതിന് മുൻപ് തന്നെ അവർ 4 പേരും വീണ്ടും ഗോക്കുവിനെ ഡിഫൈറ്റ് ചെയ്യാൻ 4 ഭാഗത്തു നിന്ന് പാഞ്ഞു വരും. അടുത്ത നിമിഷം ഗോക്കു ഇൻവിസിബിൾ ആവുകയാണ്. അവൻ എവിടെ പോയി? അവനെ വിടാൻ പാടില്ല, എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ വമ്പം ഫോഴ്സിൽ ചാടി വന്ന് അതിലൊരുത്തനെ ആഞ്ഞ് കിക്ക് ചെയ്യും. അവൻ ആ കിക്കിൽ തെറിച്ചു പോയി ബാക്കിയുള്ളവരെ ഇട്ടിച്ച് തെറിപ്പിച്ച് അവർ ദൂരത്തേക്ക് പോവുകയാണ്. ഗോക്കു ആണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിച്ച് ഇപ്പൊ വാമപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ആ മാർഷൽ ആർട്സ് മാൻ അവരാണെങ്കിൽ 4 ഭാഗത്തേക്ക് പിരിഞ്ഞ് അങ്ങനെ ഗോക്കുവിനെ ഫോക്കസ് ചെയ്യും. അവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും അവരുടെ അടുത്ത മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ചുറ്റും നോക്കും. 4 പേരും 4 മൂലയ്ക്ക് നിൽക്കുകയാണ്. അവരങ്ങനെ കൈകൾ നീട്ടി അതിലേക്ക് ഒരു സ്പെഷ്യൽ പവർ കൊണ്ടുവന്ന് അത് 4ഉം ഗോക്കുവിന് നേരെ വിടും. ഗോക്കുവിന്റെ തൊട്ടടുത്തെത്തി അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ പൊട്ടിത്തെറിയിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ അറ്റാക്കിന്റെ ഇമ്പാക്റ്റിൽ അവിടെയുള്ള ജനങ്ങളെല്ലാവരും തെറിച്ചു പോവാണ്. മാസ്റ്റർ ആൻഡ് ടീം ആണെങ്കിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കും. അറ്റാക്കിന് ശേഷം അവർ ആ സ്റ്റേജിലേക്ക് നോക്കും. ഗോക്കു നിന്ന ഭാഗം തകർന്ന് കിടക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻമാർ 4 പേരും മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം അവർ മുകളിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടെ പവർ അതൊരു ബിന്ദുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കും. ആ ഒരു പവർ കറക്റ്റായിട്ട് ഗോക്കുവിന്റെ ദേഹത്ത് ആഞ്ഞടിച്ച് അവൻ അങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. എല്ലാവരും ഉച്ചത്തിൽ നിലവിളിച്ച് ഗോക്കുവിനെ നോക്കും. ഗോക്കുവിനാണെങ്കിൽ അനക്കമില്ല. അവൻ നല്ല സ്പീഡിൽ കൺട്രോൾ പോയി അൺകോൺഷ്യസ് ആയിട്ട് നിലത്തങ്ങനെ അടിച്ച് വീഴുകയാണ്. ഒട്ടപ്പനാണെങ്കിൽ അത്ഭുതപ്പെടുകയാണ്. ആ മാർഷൽ ആർട്സ് മാൻ അവൻ ശരിക്കും ഇൻക്രെഡിബിൾ ആണ്. അവൻ എങ്ങനെ ആ ക്ലൗൺസിന്റെ ഇടയിൽ നിന്ന് ഗോക്കുവെ കണ്ടെത്തി കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തു? അവൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയും. ഇവിടെ ആ മാർഷൽ ആർട്സ് മാനും അവന്റെ ക്ലൗൺസും ആ ഒരു 4 പേരും ഇപ്പൊ ഗോക്കുവെ തന്നെ നോക്കും. ഗോക്കുവിനാണെങ്കിൽ അനക്കമില്ല. ആങ്കർ ആണെങ്കിൽ ഗോക്കുവിന് അനക്കമില്ല, അവൻ തോൽക്കാൻ പോവുകയാണെന്ന് പറയാൻ തുടങ്ങും. അത് കേട്ട് ഇപ്പൊ ഒരു 4 പേരും അവിടുന്ന് കടന്നു പോവാണ്. ചീച്ചിപ്പെണ്ണിനാണെങ്കിൽ ഗോക്കുവിന്റെ ആ ഒരു അവസ്ഥ കണ്ട് സഹിക്കില്ല. ഓ നോ, എനിക്ക് എത്രയും വേഗം എന്റെ ഗോക്കുവിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ ഓടാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് ഇപ്പോൾ ചുന്ദരം പയ്യൻ അവനാണെങ്കിൽ അവളെ പിടിച്ചു വെക്കുകയാണ്. ആ മാച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നീ ഗോക്കുവിനെ നോക്ക്. അവളാണെങ്കിൽ ഗോക്കുവിനെ നോക്കും. ഗോക്ക് കാലൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ സിമ്പിളായിട്ട് കിടക്കുകയാണ്. അതിനുശേഷം അവൻ പതിയെ എഴുന്നേറ്റ് അതൊന്നും സംഭവിക്കാത്ത വിധത്തിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ അവനെ വെറുപ്പിക്കും. അത് കണ്ട് അവർക്ക് 4 പേർക്കും കലി കൂടുകയാണ്. നമ്മുടെ ആൾക്കാർക്കും ഓഡിയൻസിനും ആങ്കറിനും എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് അത്ഭുതം. ഗോക്കു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനോട് പറയും, നിന്റെ ടെക്നിക്കൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഒരു തവണ യൂസ് ചെയ്ത് തന്നെ വീണ്ടും നീ ഉപയോഗിക്കരുത്. അടുത്തത് മറ്റേതെങ്കിലും ഒരു ടെക്നിക്ക് അത് നീ ഉപയോഗിക്കണം എന്ന് പറയും. അത് കേട്ട് എല്ലാവരും വണ്ടറടിച്ച് ഗോക്കുവിനെ തന്നെ നോക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ ഒന്ന് ശ്രദ്ധിക്കും. സത്യത്തിൽ ഇവൻ എന്റെ ശിഷ്യനല്ല, ഞാനാണ് ശരിക്കും ഇവന്റെ ശിഷ്യൻ.
ഇവൻ എൻ്റെ മാസ്റ്ററിനെ പോലെ തന്നെ വളരെ പവർഫുള്ളാണ്. ഒരുപാട് വർഷം ഞാൻ തപസ് ചെയ്ത് ട്രെയിൻ ചെയ്താൽ പോലും എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവൻ ഈ യങ് ഏജിൽ തന്നെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഗോകുവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അൾട്ടിമേറ്റ് വിജയം അത് ഗോകുവിന് തന്നെ ലഭിക്കൂ. എനിക്കത് അവൻ്റെ മൂവ്മെന്റ്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ വീണ്ടും വീണ്ടും എന്നെയും ഇവിടെയുള്ളവരെ അത്ഭുതപ്പെടുത്തുകയാണ്. നീ പഠിച്ച മുഴുവൻ ടെക്നിക്ക് ഉപയോഗിച്ചാലും നിനക്ക് ജയിക്കാനാവില്ല. കഴിഞ്ഞ തവണത്തേതുപോലെ ഈ മത്സരത്തിലും ഞാൻ തന്നെ ജയിക്കും, ഞാൻ തന്നെ ചാമ്പ്യൻ ആവും. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. രണ്ട് ടീമും ഇപ്പൊ അല്പനേരം ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും. ഗോകു ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അത് കേട്ട് അവർ 4 പേരും വീണ്ടും ആ 4 ഭാഗത്തേക്ക് പോയി ഇപ്പൊ വീണ്ടും അവരുടെ പവർ അതങ്ങനെ ഏകോപിപ്പിച്ച് വലിയൊരു പൊട്ടിത്തെറി ക്രിയേറ്റ് ചെയ്യും. അവരാണെങ്കിൽ ഗോകുവിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യും. ഗോകു അവൻ ആ പൊട്ടിത്തെറിയിൽ പെട്ടുപോവാതെ മുകളിലേക്ക് നല്ല സ്പീഡിൽ ഫ്ലൈ ചെയ്യുകയാണ്. അവർ 4 പേരും വീണ്ടും ഗോകുവിനെ എയിം ചെയ്യും. ഗോകു, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങളുടെ ഈ ഒരു അറ്റാക്കിൽ നിന്ന് ഒരു കാരണവശാലും നിന്നെ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. നീ തോൽക്കാൻ പോവുകയാണ്. ഗോകു ആണെങ്കിൽ ഒരുപാട് മുകളിലേക്ക് പറന്നുയർന്ന് ഇപ്പൊ താഴേക്ക് നോക്കും. ആ പവർ അവന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ സണ്ണിൽ നിന്നൊരു പ്രത്യേക പവർ അബ്സോർബ് ചെയ്ത് മാർഷൽ ആർട്സ് മാൻ നേരെ വലിച്ചടുപ്പിക്കുകയാണ്. ആ ഒരു പവറിൽ ഇപ്പൊ അവൻ ക്രിയേറ്റ് ചെയ്ത പവർ അതില്ലാതാവും. മാത്രമല്ല അവരുടെ വിഷൻ അത് നഷ്ടപ്പെട്ടു പോവാണ്. ചുറ്റുമുള്ളവർക്കും ഇല്ലാതെ താഴെ നടക്കുന്ന ഫൈറ്റ് അത് കാണാനായിട്ട് കഴിയില്ല. താഴേക്ക് വന്ന ഗോകു ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മാർഷൽ ആർട്സ് മാൻ ഗോകുവിനോട് പറയും, ഓ നീ ഈ ടെക്നിക്കില് മാസ്റ്റർ ചെയ്തു അല്ലേ? പക്ഷെ ഇത് നിനക്ക് തന്നെ വലിയൊരു പാരയാണ്. കാരണം ഞങ്ങളുടെ 4 പേരുടെയും മൂവ്മെന്റ് നിനക്ക് മനസ്സിലാവില്ല. പക്ഷെ ഗോകു ആണെങ്കിൽ ഈസി ആയിട്ട് അവർ 4 പേര് എവിടെയാണ് ഉള്ളതെന്ന് സോൾ പവർ അത് അബ്സോർബ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അത് കണ്ട് അവൻ ഞെട്ടും. ഇത് ഞാൻ ട്രെയിനിങ്ങിലൂടെ സ്വായക്തമാക്കിയ കഴിവാണ്. പിന്നീട് ഗോകു ആണെങ്കിൽ അധികം താമസിക്കില്ല. അവൻ ആ 4 പേരെയും അച്ചരം പൊച്ചറം ആഞ്ഞടിച്ച് തല്ലി കൊല്ലുകയാണ്. അവരെ 4 പേരെയും അവൻ തൂക്കിയെടുത്ത് മൗണ്ടിന് പുറത്തേക്ക് എറിയും. ഒന്നിനു മേലെ ഒന്നായിട്ട് ഇപ്പൊ 4 പേരും അങ്ങനെ അടിച്ചു പുറത്ത് വീണിരിക്കുകയാണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഗോകു വിജയിച്ചു. മാർഷൽ ആർട്സ് മാന്റെ ടെക്നിക്സുകളെല്ലാം തന്നെ കാറ്റിൽ പറത്തി അവസാന വിജയം അത് നമ്മുടെ ഹീറോ എടുത്തിരിക്കുകയാണ്. മാർഷൽ ആർട്സ് മാന്റെ ക്ലൗൺസ് അതൊന്നൊന്നായിട്ട് ഇല്ലാതായി. ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ പതിയെ എഴുന്നേക്കും. ഗോകു ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് ഞാൻ ജയിച്ചു എന്ന് പറയും. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, കൺഗ്രാറ്റ്സ്, ശരിക്കും ഈ വിജയം അത് ഡിസേർവിംഗ് ആണ്. അത് കേട്ട് ഗോകു പറയും, നിന്റെ ഈ ഒരു ക്ലൗൺ ടെക്നിക്ക് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ മത്സരത്തിന് ശേഷം അതെനിക്ക് പഠിക്കണം. ഗോകു ആണെങ്കിൽ ഇപ്പൊ ആ മാർഷൽ ആർട്സ് മാനെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റുകയാണ്. ആങ്കർ ആണെങ്കിൽ ഗോകു വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇവിടെ ചീച്ചി പെണ്ണിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. ദൂരത്തായിട്ട് ഗാർഡിയൻ ആണെങ്കിൽ ഇപ്പൊ ഫൈനൽ മത്സരത്തിലേക്ക് ഗോകുവിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ലോങ് ഷോട്ടിൽ ആ മോൺസ്റ്റർ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഗോകുവിനെ എനിക്ക് വേണം. അവനെ മത്സരത്തിൽ ധൈര്യമായിട്ട് തോൽപ്പിച്ച് അവനെയും അവന്റെ ഫ്രണ്ട്സിനെയും ഈ ലോകത്തെ എല്ലാം എനിക്ക് ഇല്ലാതാക്കണം എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.